ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉള്ള ഡിഫറെൻറ്റ് കമ്പോണൻസിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ. എ കമ്പ്യൂട്ടർ ഇസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പ്രോസസ്സസ് ഡേറ്റ കൺവേർട്ടിംഗ് ഇൻ ടു ഇൻഫർമേഷൻ ദാറ്റ് ഇസ് യൂസ്ഫുൾ ടു പീപ്പിൾ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അത് ഡേറ്റ പ്രോസസ്സിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡേറ്റേനെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക, അതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡേറ്റ കൊടുത്ത് അതിനെ യൂസ്ഫുൾ ഇൻഫോർമേഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡേറ്റ അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ നോക്കാം. സോ ഡേറ്റ ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് ഓർ കൺസെപ്റ്റ്സ്. ഡേറ്റ എന്ന് പറയുന്നത് കുറച്ച് ഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ ഫാക്ട്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഫാക്ട്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ഡേറ്റേനെ ഫാക്ട്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. എങ്ങനെ? ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ പ്രോസസ്സിങ് ബൈ ഹ്യൂമൻ ഓർ ഇലക്ട്രോണിക് മെഷീൻ. ഹ്യൂമൻ ബീയിങ്സിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് ഫാക്ട്സ്, അല്ലെങ്കിൽ ഒരു മെഷീനിന്, ഇലക്ട്രോണിക് മെഷീനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ ഫോർമാറ്റിലുള്ള കുറച്ച് ഫാക്ട്സ്, അതാണ് ആ മെഷീനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്. ദെൻ ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ദി പ്രോസസ്ഡ് ഡേറ്റ ഓർ ഓർഗനൈസ്ഡ് ഓർ ക്ലാസിഫൈഡ് ഡേറ്റ, അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുക. ആൻഡ് വിച്ച് ഇസ് മീനിങ് ഫുൾ. ഇപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അപ്പോൾ കുറച്ച് ഫാക്ട്സിന് ഇൻഫർമേഷനായിട്ട്, ഫാക്ട്സിന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ബേസിക് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ മെയിനായിട്ട് 5 ഓപ്പറേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻപുട്ടിങ്, സ്റ്റോറിങ്, പ്രോസസ്സിങ്, ഔട്ട്പുട്ടിങ് ആൻഡ് കൺട്രോളിങ്. ഇങ്ങനെ 5 ഓപ്പറേഷൻസ് ആണ് ഒരു കമ്പ്യൂട്ടറിനകത്തുള്ളത്, കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്പറേഷൻ ഇൻപുട്ടിങ്. This is the process of entering data and instructions to the computer system. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യാനുള്ള ഡേറ്റ ആൻഡ് എന്താണ് ചെയ്യേണ്ടത്, എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസും ഇതെല്ലാം കമ്പ്യൂട്ടറിനകത്തേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഓപ്പറേഷനെയാണ് ഇൻപുട്ടിംഗ് എന്ന് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ഓപ്പറേഷൻ ഇസ് സ്റ്റോറിങ്. സ്റ്റോറിങ് മീൻസ് സേവിങ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു മേക്ക് ദം റെഡിലി അവൈലബിൾ ഫോർ പ്രോസസ്സിങ്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്ത ഡേറ്റേനെയും ഇൻസ്ട്രക്ഷൻസിനെയും എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം, അതിനെ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യണം, എന്നാലേ നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഹോൾഡ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ സ്റ്റോറിങ് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ്സിങ് മീൻസ് പെർഫോമിങ് അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ ടു കൺവേർട്ട് ദം ഇൻ ടു യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഇപ്പോൾ ഡേറ്റേനെ ഇൻഫർമേഷൻ ആക്കുക എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യണത്. അപ്പോൾ അതിനെ ഡേറ്റേനെ ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് അത് പെർഫോം ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുക. ദെൻ ഔട്ട്പുട്ടിംഗ്. ദിസ് ഇസ് ദി പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ദി യൂസർ. അതായത് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഉദ്ദേശം. ആ യൂസ്ഫുൾ ഇൻഫർമേഷനെ അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ റിസൾട്ടിനെ യൂസറിൻ്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഔട്ട്പുട്ടിങ് ചെയ്യണത്. അത് പ്രിൻറ്റഡ് ഫോർമാറ്റിലായിരിക്കാൻ കൊടുക്കുന്നത്. അതായത് പ്രിൻ്റർ വെച്ചിട്ട് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻറ്റബിൾ ഫോർമാറ്റിലുള്ള ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആവാം, അല്ലെങ്കിൽ ഒരു ഓഡിയോ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആവാം. എങ്ങനെയെങ്കിലും ആ പ്രൊഡ്യൂസ്ഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ പ്രോസസ്ഡ് ഇൻഫർമേഷനെ യൂസറിൻ്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ കൺട്രോളിങ് ഇറ്റ് ഈസ് ദി ഡയറക്റ്റിംഗ് ദി മാനർ ആൻഡ് സീക്വൻസ് ഇൻ വിച്ച് ഓൾ ദി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ്. ഓൾ ദി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ 4 ഓപ്പറേഷൻസും, ഈ 4 ഓപ്പറേഷൻസും എങ്ങനെ ചെയ്യണം, എന്ത് ഓർഡറിൽ ചെയ്യണം, എപ്പോൾ ചെയ്യണം അതിനൊക്കെ ഡയറക്റ്റ് ചെയ്യുക, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് ബേസിക്കായിട്ട് ഒരു കമ്പ്യൂട്ടറിനകത്ത് ചെയ്യണത്. സോ ദിസ് ഇസ് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള യൂണിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റ്, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇങ്ങനെ 4 യൂണിറ്റുകളാണ്
അതിൽ ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് യൂസറിൻ്റെ അടുത്തുനിന്ന് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസിനെയാണ്, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസൊക്കെ കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കുക, യൂസറിൻ്റെ അടുത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കുക. അതാണ് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഡയഗ്രത്തിൽ ഇങ്ങനെയുള്ള സോളിഡ് ലൈൻസ്, ഇതൊക്കെ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് വരച്ചത്. ഈ ഡോട്ടഡ് ലൈൻസൊക്കെ കൺട്രോൾ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൺട്രോൾ യൂണിറ്റാണ് ഒരു കമ്പ്യൂട്ടറിനകത്തെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് യൂസിങ് സം കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ആ കൺട്രോൾ സിഗ്നൽസ് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ത്രൂ ഇൻപുട്ട് യൂണിറ്റ് നമ്മുടെ പ്രോഗ്രാം, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ കമ്പ്യൂട്ടറിനകത്തേക്ക് പോകും. കമ്പ്യൂട്ടറിനകത്ത് എവിടേക്കാണ് ആദ്യം പോവുക? സ്റ്റോറേജ് യൂണിറ്റിലേക്കാണ് പോവുക. ഇപ്പോൾ സ്റ്റോറേജ് യൂണിറ്റിനകത്ത് തന്നെ 2 ഭാഗങ്ങളുണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് ആൻഡ് പ്രൈമറി സ്റ്റോറേജ്. അപ്പോൾ ഇതിലെ പ്രൈമറി സ്റ്റോറേജിലേക്കായിരിക്കും ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ട ഡേറ്റയും പ്രോഗ്രാംസും പോവുക. ഈ പ്രൈമറി സ്റ്റോറേജിൽ നിന്നാണ് ആക്ച്വൽ പ്രോസസ്സിങ്ങിനായിട്ട് ആ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോകണം. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്താണ് നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നടക്കുന്നത്. അപ്പോൾ പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് യൂണിറ്റ് വഴി പ്രൈമറി സ്റ്റോറേജിൽ വരും. പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് അത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോകും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് 2 പാർട്സാണ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇതിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനകത്താണ് ആക്ച്വൽ ഡേറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ടാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യണത്. ഇതിൽ കൺട്രോൾ യൂണിറ്റാണ് ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനെയും ഇൻപുട്ട് യൂണിറ്റിനെയും ഔട്ട്പുട്ട് യൂണിറ്റിനെയും സ്റ്റോറേജ് യൂണിറ്റിനെയും എല്ലാം കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ എല്ലാ യൂണിറ്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ യൂണിറ്റ് ഇവിടെ ഉണ്ട്. എല്ലാവരെയും കൺട്രോൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ഡയറക്റ്റ് ചെയ്തുകൊണ്ട് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇനി ഡേറ്റ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ആ റിസൾട്ടൊക്കെ തിരിച്ച് പ്രൈമറി സ്റ്റോറേജിലേക്ക് പോകും. ഫൈനൽ റിസൾട്ട് മാത്രമല്ല പ്രൈമറി സ്റ്റോറേജിലേക്ക് പോവുക, ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകളെല്ലാം പ്രൈമറി സ്റ്റോറേജിലേക്ക് പോകും. ഈ പ്രൈമറി സ്റ്റോറേജിൽ നിന്നാണ് ഫൈനൽ പ്രോസസ്ഡ് റിസൾട്ട് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്ഡ് റിസൾട്ടിനെ പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് എടുക്കും. അത് പ്രോസസ്ഡ് റിസൾട്ട്, അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അതിനെ പുറത്തേക്ക് യൂസറിന് കൊടുക്കും. അത്രയാണ് ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ്. ഇനി നമ്മൾ പറയാതെ വിട്ടത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡേറ്റ പെർമനൻ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി സ്റ്റോറേജിലേക്കാണ് പോവുക. അതായത് ഞാനിപ്പോൾ കുറച്ച് ഡേറ്റ എൻ്റർ ചെയ്തിട്ട് അതൊരു ഫയലായിട്ട് ഞാനങ്ങോട്ട് സേവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ അത് പ്രൈമറി സ്റ്റോറേജിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഞാനത് സേവ് ചെയ്യുന്ന സമയത്ത് അത് സെക്കൻഡറി സ്റ്റോറേജിൽ പോകും. അതുപോലെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നേരത്തെ സേവ് ചെയ്ത് വെച്ച ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് പ്രൈമറി സ്റ്റോറേജിലേക്ക് വരും. അവിടെ നിന്നാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇൻപുട്ടായിട്ട് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് വരും. അത് ഇൻപുട്ട് യൂണിറ്റ് വഴി പ്രൈമറി സ്റ്റോറേജിൽ പോകും. അവിടുന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പോകും. പ്രോസസ്സ് ചെയ്ത റിസൾട്ട് വീണ്ടും പ്രൈമറി സ്റ്റോറേജിൽ വരും. അവിടുന്ന് റിസൾട്ട് ത്രൂ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസറിന് അവൈലബിൾ ആവും. പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റോറേജിലും പോകും. ഈ കമ്പ്യൂട്ടറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ യൂണിറ്റാണ് ചെയ്യുന്നത്, എല്ലാ യൂണിറ്റിൻ്റെയും. അപ്പോൾ ഇത്രയാണ് ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ. ഇനി ഇതിലെ ഓരോ യൂണിറ്റും എന്താ ചെയ്യണമെന്ന് ബ്രീഫായിട്ടൊന്ന് കാണാം. സോ ഫസ്റ്റ് വൺ, ഇൻപുട്ട് യൂണിറ്റ്. ഇറ്റ് ആക്സെപ്റ്റ്സ് ഓർ റീഡ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള ഡേറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ പുറത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. ദെൻ കൺവേർട്ട് ദം ഇൻ ടു കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോം. ദം മീൻസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഹ്യൂമൻ റീഡബിൾ, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്സെപ്റ്റബിൾ, അല്ലെങ്കിൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലാവും ഉണ്ടാവുക. ചിലപ്പോൾ അത് കീബോർഡിലെ കീ പ്രസ് ആവാം, അല്ലെങ്കിൽ ഒരു വോയിസ് ഇൻപുട്ട് ആവാം. അപ്പോൾ എന്താണെങ്കിലും അതിനെ കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലേക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിനെ കമാൻഡ്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുക. അതാണ് കൺവേർഷൻ എന്നുള്ള സ്റ്റെപ്പ്. ദെൻ തേർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്ലൈസ് ദി കൺവേർട്ടഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദി കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ പ്രോസസ്സിംഗ്. അപ്പോൾ ഡേറ്റ പുറത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ദെൻ കൺവേർട്ട് ചെയ്ത് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസിനെ കമ്പ്യൂട്ടറിന് കൊടുക്കുക. ഇത്രയാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇറ്റ് ആക്സെപ്റ്റ്സ് ദി റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് റെഡിയായി കഴിയുമ്പോൾ ആ റിസൾട്ടിനെ കമ്പ്യൂട്ടറിൻ്റെ അടുത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ കൺവേർട്ട് ദി കോഡഡ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ
റിസൾട്ട് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കോഡഡ് ഫോർമാറ്റിലായിരിക്കും, അതായത് ഒരു ബൈനറി ഫോർമാറ്റിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. ദെൻ കൺവേർട്ട് ദാറ്റ് കോഡഡ് റിസൾട്ട് ടു ഹ്യൂമൺ ആക്സെപ്റ്റബിൾ ഫോം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോം എന്നതിനെ ഹ്യൂമൺ ആക്സെപ്റ്റബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ സപ്ലൈ ദാറ്റ് കൺവേർട്ടഡ് റിസൾട്ട് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നിന്ന് റിസൾട്ട് ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിലാക്കുക. അത് വോയിസ് ആയിട്ടോ പ്രിൻറ്റഡ് ഫോം ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത റിസൾട്ടിനെ പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്യുക. പ്രിൻ്റർ വഴിയാണെങ്കിൽ അങ്ങനെ, മോണിറ്റർ വഴിയാണെങ്കിൽ അങ്ങനെ, സ്പീക്കർ വഴിയാണെങ്കിൽ അങ്ങനെ, ഏത് ഫോർമാറ്റിലാണോ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത് യൂസറിന്, ആ ഫോർമാറ്റിൽ ഔട്ട്സൈഡ് വേൾഡിന് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ. Then next is storage unit. Storage unit holds data and instructions required for processing. പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസിനെ ഹോൾഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിങ് അതിനെ ഹോൾഡ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സിങ്ങിൽ ഇപ്പോൾ 4 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയാൽ ആ റിസൾട്ട് എടുത്തിട്ടായിരിക്കും സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ റിസൾട്ട് എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യണം. അത് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിലാണ് ഹോൾഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ റിസൾട്ട് വീണ്ടും ഹോൾഡ് ചെയ്യും. ആ റിസൾട്ട് എടുത്തിട്ടാണ് തേർഡ് സ്റ്റെപ്പ് ചെയ്യുക. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ ഹോൾഡ് ചെയ്യുക. ദെൻ ഹോൾഡിങ് ദി ഫൈനൽ റിസൾട്ട് ഓഫ് പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈനൽ റിസൾട്ട് ഔട്ട്പുട്ട് യൂണിറ്റിന് കൊടുക്കുന്നതിൻ്റെ മുന്നേ അതിനെ ഹോൾഡ് ചെയ്യുക സ്റ്റോറേജ് യൂണിറ്റാണ്. ദെൻ സ്റ്റോറേജ് യൂണിറ്റ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2, പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ അതിൽ പ്രൈമറി സ്റ്റോറേജ് എന്താണെന്ന് പറയാം. ഇറ്റ് ഇസ് യൂസ് ടു ഹോൾഡ് റണ്ണിങ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺഗോയിങ് പ്രോസസ്സസ്. റണ്ണിങ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അത് പ്രൈമറി സ്റ്റോറേജിലുണ്ടാവും. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഡേറ്റ, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ, ഓരോ സ്റ്റെപ്പിനും ശേഷം വരുന്ന റിസൾട്ട്, ദെൻ ഫൈനൽ റിസൾട്ട്, അതായത് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഫൈനൽ റിസൾട്ട്, അതൊക്കെ പ്രൈമറി സ്റ്റോറേജിലാണ് ഉണ്ടാവുക. ദെൻ മെയിൻ പ്രോപ്പർട്ടി ഓഫ് പ്രൈമറി സ്റ്റോറേജസ് ഇറ്റ് ഇസ് വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയായി പോകുന്ന കാര്യങ്ങൾക്കാണ് വോളറ്റൈൽ എന്ന് പറയാം. അപ്പോൾ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് സ്റ്റോറേജിന് നമ്മൾ മെമ്മറി എന്നും പറയും. വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. പ്രൈമറി സ്റ്റോറേജിനെ നമ്മൾ മെയിൻ മെമ്മറി എന്നും പറയും കേട്ടോ. അപ്പോൾ അത് വോളറ്റൈൽ മെമ്മറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രമേ ഡേറ്റ അതിനകത്തിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ലോസായി പോകും. അപ്പോൾ അത് എപ്പോഴാണ് ഡേറ്റ ലോസ് ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡേറ്റ റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഡേറ്റ പ്രൈമറി മെമ്മറിയിൽ ഉണ്ടാവും. നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റ അവൈലബിൾ ആയിരിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് ഫാസ്റ്റ് ഇൻ ഓപ്പറേഷൻ. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. അതായത് മെമ്മറിയുടെ അകത്തുനിന്ന് ഡേറ്റ റീഡ് ചെയ്യുക, മെമ്മറിയിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുക, ഇതൊക്കെ വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് സ്മോൾ ഇൻ കപ്പാസിറ്റി സ്മോൾ ആണ് കമ്പയർഡ് ടു സെക്കൻഡറി സ്റ്റോറേജ്, ആൻഡ് ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ് കമ്പയർഡ് ടു സെക്കൻഡറി സ്റ്റോറേജ്. ദെൻ സെക്കൻഡറി സ്റ്റോറേജ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് സ്റ്റോർഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തത്, നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ ഡേറ്റയും, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് സെക്കൻഡറി സ്റ്റോറേജിലുണ്ടാവുക. പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു ഫയൽ നമ്മൾ സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് പോവുക സെക്കൻഡറി സ്റ്റോറേജിലേക്കാണ്. ദെൻ ഇറ്റ് റീറ്റെയിൻസ് ഡേറ്റ വിത്തൗട്ട് പവർ. ഇത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി സ്റ്റോറേജിൽ ഡേറ്റ ഉണ്ടാവും, അത് ലൂസാവില്ല, ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഇസ് സ്ലോവർ ദാൻ പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ലാർജ് ഇൻ കപ്പാസിറ്റി. പ്രൈമറി സ്റ്റോറേജിനേക്കാളും ഒരുപാട് കപ്പാസിറ്റി കൂടുതലാണ് സെക്കൻഡറി സ്റ്റോറേജിന്. ആൻഡ് ഇറ്റ് ഇസ് ചീപ്പർ ദാൻ പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിനേക്കാളും കോസ്റ്റ് കുറവാണ്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. Central processing unit consists of 2 parts, arithmetic logic unit and control unit. It is the brain of the computer system. Central processing unit നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്നാണ് പറയുക. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദി ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ എല്ലാ യൂണിറ്റിൻ്റെയും ഓപ്പറേഷൻസിന് അതിൻ്റെ കൺട്രോളിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്തെ കൺട്രോൾ യൂണിറ്റിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ വാട്ട് ഇസ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ALU എന്ന് പറയും. ദിസ് ഇസ് ദി പ്ലേസ് വെയർ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രക്ഷൻസ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് പ്രോസസ്സിംഗ്. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിൽ ആക്ച്വൽ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആക്ച്വൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത് നടക്കുന്നത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിനകത്താണ്.
Then control unit, it manages and coordinates the operations of all other components of the computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ബാക്കി എല്ലാ കമ്പോണൻസ്, അതിനകത്ത് വരുന്ന എല്ലാ കമ്പോണൻസിൻ്റെയും മാനേജ്മെൻറ്റ്, അതിൻ്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പ്യൂട്ടറിലെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്നൊരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതിലെ ഓരോ യൂണിറ്റിൻ്റെയും ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം.